ഹായ് ഫ്രണ്ട്സ്, നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷോർബ കുടിച്ചാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടർ ഉരുകി വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി നല്ലോണം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. വഴന്നു വന്ന സവാളയിലേക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1/3 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ പിങ്ക് കളർ മാറി വെള്ള കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റ് വെന്ത് വരാൻ വേണ്ടി 2 മിനിറ്റ് നേരം ഈ ഒരു പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം പാത്രം തുറന്നു കൊടുത്ത് അതിലേക്ക് നമ്മൾ പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓട്സ് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഓട്സ് ഒക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും അതിൻ്റെ പകുതി പുതിനയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഷോർബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടോടെ തന്നെ കുടിക്കുമ്പോഴാണ് ഈ ഷോർബക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇങ്ങനെയുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.